നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണത്തെ ആകർഷിക്കുവാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ആഗ്രഹിച്ച ഏതൊരു കാര്യങ്ങളെയും ഉടൻ തന്നെ നിറവേറ്റി എടുക്കുവാനുള്ള ഒരു അത്ഭുത സ്വിച്ച് വേർഡിനെ കുറിച്ചാണ്. ഈ സ്വിച്ച് വേർഡിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് തവണ കേട്ടു കാണും. മാത്രമല്ല, നമ്മൾ തന്നെ നേരത്തെ ഈ ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വിച്ച് വേർഡായ ഈ ഒരു വാക്കിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാം. സ്വിച്ച് വേർഡുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ചെറിയ വാക്കാണ് സ്വിച്ച് വേർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ മന്ത്രവാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുന്നത്, അതുപോലെ തന്നെ വിദേശീയർ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സ്വിച്ച് വേർഡുകൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകൾ നമുക്ക് ഇപ്പോൾ ഇടയിലുണ്ട്. അതായത് ഇറ്റാലിയൻ സ്വിച്ച് വേർഡ്, ഗ്രീക്ക് സ്വിച്ച് വേർഡ് എന്നിങ്ങനെയെല്ലാം ഒരുപാട് സ്വിച്ച് വേർഡുകൾ ഉണ്ടെങ്കിലും കൂടി ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു സ്വിച്ച് വേർഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടാവും. ചിലർക്ക് ആഗ്രഹിച്ച ജോലി കിട്ടാതെ നമുക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകും. എത്രയോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഇതുവരെയും ഫലം നേടിയിട്ടില്ല. ആഗ്രഹിച്ച് ഒരു തൊഴിൽ തുടങ്ങിയിരിക്കുകയാണ്, പക്ഷെ അതും പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കൂടാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നിറവേറി കിട്ടുന്നില്ല എന്നുള്ള ഒരു സങ്കടം. മാത്രമല്ല, ചിലർ തൊഴിൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പണം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ആ പണമുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പകുതി കടങ്ങളും മാറിയിട്ടുണ്ടാകുമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഇപ്പോഴുള്ള ആ ഒരു ദിവസത്തെ പോലും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം എന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത്? ഇനി പണം സമ്പാദിച്ചാൽ അതെങ്ങനെ നിലനിർത്തണം? ജീവിതത്തിൽ തോൽവിയുടെ പാതകളിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് യാതൊരു വിധത്തിലുള്ള ഫലവും ഏതൊരു കാര്യങ്ങൾ ചെയ്തിട്ടും കിട്ടുന്നില്ലല്ലോ എന്നെല്ലാം ഓർത്ത് വിഷമിക്കുന്നവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സ്വിച്ച് വേർഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത്. ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ശ്രമിച്ചു നോക്കിയിട്ട് ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ശ്രമിക്കുവാൻ പോലും തയ്യാറല്ല. പക്ഷെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടണം, ഇതുപോലുള്ള സ്വിച്ച് വേർഡുകളിലോ ഏഞ്ചൽ നമ്പറുകളിലോ ഒന്നും വിശ്വാസമില്ല എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന സ്വിച്ച് വേർഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഈ സ്വിച്ച് വേർഡ് ചൊല്ലുവാനായിട്ട് ഏതൊരു ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ 21 പ്രാവശ്യമാണ് നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് പറയേണ്ടത്. ഇനി അഥവാ കുറച്ചും കൂടി നമുക്ക് ഇതിന് പെട്ടെന്ന് ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നോട്ട് പുസ്തകം, വരയിടാത്ത ഒരു നോട്ട് പുസ്തകമോ അല്ലെങ്കിൽ A4 ഷീറ്റ് പേപ്പറോ എടുത്ത് 21 പ്രാവശ്യം ഈ സ്വിച്ച് വേർഡ് നമുക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യാവുന്നതാണ്. ഏതു കാര്യം നിറവേറി കിട്ടണം എന്നുള്ളത് വേറെ വശം. എല്ലാ തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ഏതൊരു കാര്യങ്ങളായിക്കോട്ടെ, മണി ബ്ലോക്കേജ് ആയിക്കോട്ടെ, ബിസിനസ് ബ്ലോക്കേജ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജോബ് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ, വിവാഹം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനെ എന്തെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്നുവോ ആ തടസ്സങ്ങളെല്ലാം മാറ്റാൻ സാധിക്കുന്ന ഒരു അത്ഭുത വാക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട മഷി എന്ന് പറയുന്നത് നീല നിറത്തിലുള്ള മഷിയുള്ള പേന ആയിരിക്കണം. ഇനി അഥവാ എഴുതുവാൻ സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ കൈയും മുഖവും കഴുകി താഴെ തറയിൽ ഇരുന്നു കൊണ്ട്, കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മൾ ഈ സ്വിച്ച് വേർഡ് 21 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നിരിക്കെ നിങ്ങൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാം. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ അധികം പ്രധാനമാണ്. നമ്മൾ ഇത് ചൊല്ലുന്ന സമയത്തോ അല്ലെങ്കിൽ എഴുതുന്ന സമയത്തോ നമ്മുടെ ശ്രദ്ധ വേറെ ഏതൊരു ഭാഗത്തും പോകരുത്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ ഒരു വാക്കിലായിരിക്കണം. നിങ്ങൾ ഏതു കാര്യമാണോ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് ആ കാര്യം ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു, എത്തിച്ചു തന്നു, ഞാൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ഫീലിങ്സോട് കൂടി വേണം നിങ്ങൾ ഇത് ചൊല്ലുവാനായിട്ട്. അപ്പോൾ ഏതാണ് ആ സ്വിച്ച് വേർഡ് എന്ന് നമുക്ക് കാണാം. വുൾഫ് മാജിക് ബിഗിൻ നൗ. വുൾഫ് മാജിക് ബിഗിൻ നൗ. വുൾഫ് മാജിക് ബിഗിൻ നൗ.
ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ദിവസവും എത്ര ദിവസം എന്നൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ദിവസവും നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഇത് ചൊല്ലുക. ഇനി അഥവാ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഇത് ചൊല്ലാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമ്മൾ ആദ്യം ചൊല്ലേണ്ട വാക്ക് എന്ന് പറയുന്നത് വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള വാക്കായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുതരുവാൻ സാധിക്കുന്ന ഒരു അതിവിശേഷപ്പെട്ട സ്വിച്ച് വേർഡാണ് വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ളത്. ഒരുപാട് പേർ ഇത് പ്രയോഗിച്ചു നോക്കിയിട്ട് ഫലം കണ്ടവരും ഉണ്ടാകും. നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്തു തന്നെ ആയിക്കോട്ടെ, ആ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായി ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറി കിട്ടുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് ആ ആഗ്രഹങ്ങളെ ഒരു ചെന്നായിയുടെ വേഗതയിൽ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സ്വിച്ച് വേർഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇത് വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നും പറയുന്നവരുണ്ട്, വോൾഫ് മാജിക് ബിഗിൻ നൗ എന്നും പറയുന്നവരുണ്ട്. അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പറയാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഒരു പ്രത്യേക കാര്യം ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇതിന് പെട്ടെന്ന് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതുകയോ ചൊല്ലുകയോ ചെയ്യാം. പക്ഷേ നമ്മൾ ആദ്യം ഇത് ചൊല്ലുന്നതിന് മുന്നേ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് ആ കാര്യം നിറവേറി കിട്ടുമോ എന്ന് സംശയമുള്ളവരാണെങ്കിൽ ആ കാര്യം നിറവേറി കിട്ടുമോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുവാനായിട്ട് വേണ്ടിയും നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം നിറവേറി കിട്ടേണ്ടതാണ്. വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് വളരെ ചെറിയ കാര്യമായിരിക്കണം. കാരണം നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തെയും പൊതുവെ വിശ്വസിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. അത് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി അത് വിശ്വസനീയമാണ് എന്ന് നമ്മൾ തന്നെ അതിനെ മനസ്സിലാക്കി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ സ്വീകരിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ താഴെ തറയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ആദ്യം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അതായത് ആദ്യം നമ്മുടെ ശ്വാസം ഒന്ന് നമ്മൾ നിയന്ത്രിക്കുക. അതിനുശേഷം നമ്മൾ വളരെ പതുക്കെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അത് എന്തു തന്നെ ആണെങ്കിലും അത് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് എങ്ങനെയാണോ അതൊന്ന് ഫീൽ ചെയ്യുക. അതിനുശേഷം കണ്ണുകളടച്ച് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞതിനു ശേഷം ഈ ഒരു വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള വാക്ക് പറയാം. വളരെ പതിഞ്ഞ സ്വരത്തിലായിരിക്കണം നിങ്ങളിത് പറയേണ്ടത്. വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നിങ്ങനെ വളരെ പതുക്കെ നമ്മൾ പറയുക. വളരെ പതുക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വാക്കിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ആ വാക്ക് പറയുവാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത്യാവശ്യമായിട്ട് ഒരു 2000 rupees നമുക്ക് ആവശ്യമുണ്ട് എന്നിരിക്കെ നമുക്ക് ഈ ഒരു വാക്ക് പറയാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ നാളെ ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് പുറത്തു പോവുകയാണ്, ആ കാര്യം നിറവേറി കിട്ടണം എന്ന് ആഗ്രഹിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭക്ഷണം സെലക്ട് ചെയ്തിട്ട് നാളെ തന്നെ ആ ഭക്ഷണം കഴിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പറയാവുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ അത് എന്താണോ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവന്ന് ആ കാര്യം നിറവേറി കിട്ടിയതായി സങ്കല്പിച്ച് ഈ യൂണിവേഴ്സിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വാക്ക് നിങ്ങൾ പറഞ്ഞു നോക്കൂ. നിങ്ങൾ ഇന്ന് രാത്രി ചൊല്ലിക്കഴിഞ്ഞാൽ നാളെ രാവിലെ ഉണരുമ്പോഴേക്കും ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടുന്നതായിരിക്കും. എത്രമാത്രം വിശ്വാസത്തോടു കൂടിയും എത്രമാത്രം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യത്തോടു കൂടിയുമാണോ നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്, അത്രയും വേഗതയിൽ ഒരു ചെന്നായിയുടെ വേഗതയിൽ എന്ന് പറയുന്നത് പോലെ അത്രയും പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും. ഇതുപോലെ തന്നെ എഴുതുന്നവരും ഇതേ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ്. എഴുതുമ്പോൾ നമ്മൾ ഓരോ വാക്കുകളിലൂടെയും നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടി എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് നമ്മൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് നിറവേറി കിട്ടും. ഇനി അതുപോലെ തന്നെ നാളെ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ പിറ്റേ ദിവസത്തിൽ ആഗ്രഹിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെ ആഗ്രഹിച്ചത് നിറവേറ്റിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുവാനായിട്ടും നമുക്ക് ഈ ഒരു വാക്ക് പറയാവുന്നതാണ്. വെറുതെ എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക.
ഈ ഒരു വാക്കിലൂടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, അഫർമേഷനുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.